സൂറത്ത് യാസീന് തെറ്റുകൊള്ളാതെ ഓതാൻ കഴിയുന്നതാർക്കാ? ജന്മം നൽകിയ പിതാവ് മരിച്ചു പോകുമ്പോ, ജനിപ്പിച്ച പിതാവ് മരിച്ചു പോകുമ്പോ, അക്ഷരത്തെട്ടില്ലാതെ ആറടി മണ്ണിലേക്ക് പോകുന്ന വാപ്പാക്ക് വേണ്ടി ഒരു യാസീൻ പോലും ഓതാൻ കഴിയാതെ അൽ ഫാത്തിഹ എന്ന് പറയുമ്പോ ഉമ്മറപ്പടിയിൽ നിന്നിറങ്ങി മുറ്റത്ത് പോയി ഒളിച്ചിരിക്കുന്ന മക്കളെ, വിശുദ്ധ ഖുർആന്റെ ഒരു സൂറത്ത് നിനക്കറിയില്ലല്ലോ. ഈ പാട്ട് സിനിമകള് നിനക്ക് സമ്മാനിച്ചതെന്താ? ജനിപ്പിച്ച 70 വയസ്സുകാരനായ പിതാവിനെ കഴുത്തറുത്തു കൊന്നിട്ട്, ആ കഴുത്തറുത്തു കൊല്ലുന്ന മക്കൾ, അർബുദം ബാധിച്ചിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ഉമ്മാന്റെ കഴുത്തിൽ കത്തിവെക്കുന്ന മക്കള്, ഭർത്താവിനെ കെട്ടിത്തൂക്കുന്ന ഭാര്യ, ഭാര്യയെ കെട്ടിത്തൂക്കുന്ന ഭർത്താവ്, കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചു കളഞ്ഞ 9 വയസ്സുകാരിയുടെയും 11 വയസ്സുകാരിയുടെയും ആത്മഹത്യ, ചിതറിത്തെറിച്ച വളപ്പൊട്ടുകളുടെ താട് വാളയാറ കുഞ്ഞുമോള് ആത്മഹത്യ ചെയ്തപ്പോ ആലറിക്കഴിഞ്ഞവരെ CBI കുറ്റപത്രം സമർപ്പിക്കുന്നു. അതിന്റെ പുറകിൽ അവളെ നൊന്തു പ്രസവിച്ച അമ്മയാണെന്ന്. 9 വയസ്സുകാരി പെണ്ണിനെ പെണ്ണുമോളെ കൂട്ടിക്കൊടുത്തത് നൊന്തു പ്രസവിച്ച അമ്മയാണെന്ന്. എന്തൊക്കെ വാർത്തകളാണ് ഈ കേരളത്തിൽ നമ്മൾ കേൾക്കുന്നത്? ഈ പിശാചുക്കൾ പാർക്കുന്ന വേതാള നഗരം പോലെ ഈ ഭൂമി അടപ്പതിച്ചു പോകുമ്പോ, നാളെ ഇത് പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ കഷ്ടപ്പെട്ടു വളർത്തിയ നമ്മുടെ വീട്ടിൽ ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ, നമ്മുടെ വീടുകളും നമ്മുടെ പരിസരങ്ങളും നമ്മുടെ മഹല്ലുകളും നാളെ പത്രത്തിൽ സ്ഥാനം പിടിക്കാതിരിക്കാൻ, കഴിഞ്ഞ മാസം ഉറക്കം വന്നില്ല, അർബുദം ബാധിച്ച് ചെറുപ്പത്തിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ട് വിധവയായ ഒരു ഉമ്മ മകനെ വളർത്തി അവസാനം ക്യാൻസർ വന്ന് ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന ഉമ്മയുടെ കഴുത്തറുത്ത മകന്റെ കഥ കേട്ട് രാത്രിയിൽ പോലും ഉറക്കം വരാതെ കരഞ്ഞപ്പോ, അല്ലാഹുവേ, ഉമ്മയോട് ഇത്രമേൽ കരുണയില്ലാത്ത മക്കൾ എങ്ങനെയാണ് ജനിക്കുക? ഇന്നലെ 70 വയസ്സുള്ള പിതാവിനെ കഴുത്തറുത്തു കൊന്നിട്ട് മകൻ പോലീസിനോട് പറഞ്ഞത്, ഇനി അമ്മയെയും കൊല്ലണം, എന്റെ ആഗ്രഹമനുസരിച്ച് ജീവിക്കാൻ ഇവര് സമ്മതം തരുന്നില്ല. സ്വന്തം മക്കളുടെ ആഗ്രഹത്തിനൊത്തു നിന്നില്ലെങ്കിൽ ഉമ്മയുടെ കഴുത്തിറക്കുന്ന കാലത്ത്, പിതാവിന്റെ കഴുത്തിറക്കുന്ന കാലത്ത് ഇങ്ങനെ കരഞ്ഞിരിക്കുമ്പോഴാണ് കുറ്റപത്രം വരുന്നത്. 12 വയസ്സുള്ള മോളുടെ മുമ്പിൽ വെച്ച് അമ്മ കാമുകനുമായി ശാരീരിക ബന്ധം നടത്തിയത്രേ. 12 വയസ്സുള്ള പൊന്നുമോളെ കാമുകന് വിട്ടുകൊടുത്തിട്ട് അമ്മ അത് കണ്ട് രസിച്ചുവത്രേ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ലോകം പോകുന്നത് ഇവിടേക്കാണെങ്കിൽ ആയിഷ ഫൗണ്ടേഷൻ നിങ്ങളെ മാടി വിളിക്കുന്നത് ഇതിനേക്കാൾ അതപ്പതിച്ചു